ഹലോ, ഇത് നമ്മുടെ നാട്ടിൽ വന്നൊരു എക്സ്പോ ആണ് കേട്ടോ. തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി, പക്ഷെ പോയിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് പോയത്. നമ്മൾ എക്സ്പോയ്ക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെയും ഒരു സംഭവം ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അത് കാണാൻ പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ അറേഞ്ച് ചെയ്ത വാൾപേപ്പറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങളതൊക്കെ ഒരു വീഡിയോ എടുത്ത് ഞാനും വിചാരിച്ചു എന്ത് നടന്നു പോകുന്നിടത്തൊന്നും ആളെ കാണുന്നില്ലല്ലോ. പിന്നെ ആ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അകത്താണ് ആൾക്കാരത്. ഇവിടെയാണ് ആളുകൾ ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നത് കണ്ടോ. വലിയ നല്ല ഉയരത്തിലുള്ളൊരു വെള്ളച്ചാട്ടം. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് പോയി കാണുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. അതുപോലെ വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് നമ്മുടെ തലയിലേക്കൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കാൻ വയ്യ, തല നിറഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ഇതാ വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് അതേപോലെ കുഞ്ഞുങ്ങൾക്ക് താഴെ പോയി ഇങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കാം പാകത്തിനുള്ളൊരു സെറ്റപ്പാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ കല്ലുമ്പോൾ ഇങ്ങനെ ഉറക്കം വന്നിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കാലം നനച്ചപ്പോൾ അവൾ എനർജറ്റിക് ആയതേ ഓടാനും ചാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾ ഇനിയും പോകണമെന്ന് പറഞ്ഞ് ഓടുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്. പഴയ കാലത്തെ മിഠായി, അങ്ങനെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾക്ക് ചുമക്കായതുകൊണ്ട് അല്ലാതെ മിഠായി കഴിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മളിത് ഒരു പൊട്ടറ്റോൻ്റെ ഈ ഒരു സംഭവം, പിന്നെ അതുപോലെ പാനിപ്പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഗെയിമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗെയിം കളിച്ചപ്പോൾ അത് കിട്ടി. പിന്നെ 2-3 ഗെയിമൊക്കെ കളിച്ചു, പക്ഷേ അതൊന്നും ശരിയായില്ല. പിന്നെന്തേ ഈ ഇതിലൊന്നും നമ്മൾ കയറാറില്ല കേട്ടോ. ഒന്നാമത് അതാണ്, അതിൽ കയറുന്ന ക്യാഷും കൂടെ നമ്മൾ ഗെയിം കളിച്ചങ്ങ് കഴിക്കും. ഇത് 5 എണ്ണം ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചെടുക്കണേ. ഞാൻ 3 എണ്ണം പൊട്ടിച്ചു. 2 എണ്ണം, ഒന്ന് ഞാൻ ഫ്ലോപ്പാക്കി, ഒന്ന് വിജേഷേട്ടനും പറ്റിയില്ല. അങ്ങനെ 5 പ്രാവശ്യമുള്ളത് കഴിഞ്ഞിട്ടോ. പിന്നെ ചോളാപ്പൊടിയൊക്കെ മേടിച്ചു. ആ ഒരു മധുരം മിഠായി ഉണ്ടല്ലോ, പഞ്ഞി, അത് മേടിച്ച് വെറുതെ കല്ലുമ്പോൾ വേണമെന്ന് പറഞ്ഞത്. ലാസ്റ്റ് ഞാൻ കഴിക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ പല്ലൊക്കെ എന്തോ പോലെ മധുരം കഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രോസ്റ്റ് ഈ സംഭവം കൂടി വാങ്ങി കഴിച്ചു. ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.